ക്ഷണത്തിന്റെ പല ദിനങ്ങളും അവരുടെ ജീവിതത്തിൽ വരും. സഹാബാക്കളുടെ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ദജ്ജാലിനെ കുറിച്ചും അവന്റെ ഭൂമിയിലെ ഭരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിച്ചതായി ഹദീസിൽ വരുന്നുണ്ട്. ആ ദജ്ജാലിന്റെ ഭരണ സമയത്ത് ദജ്ജാല് ഭരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾ ഉണ്ടാവുമല്ലോ, അന്ന് മുഅ്മിനീങ്ങളുടെ ഭക്ഷണം എന്താണ്? സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് തആമുൽ മലായിക, അന്ന് മലക്കുകളുടെ ഭക്ഷണമായിരിക്കും മുഅ്മിനീങ്ങളുടെ ഭക്ഷണം. അപ്പൊ സഹാബാക്കൾ വീണ്ടും ചോദിച്ചു, വമാ തആമുൽ മലായിക, എന്താണ് മലക്കുകളുടെ ഭക്ഷണം? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തസ്ബീഹു വത്തഖദീസ്, മലക്കുകളുടെ ഭക്ഷണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിന്നെ നമ്മൾ മഹത്വപ്പെടുത്തുന്നു, നിന്റെ കലിമ നമ്മൾ പറയുന്നു, നിന്റെ പരിശുദ്ധി നമ്മൾ വാഴ്ത്തുന്നു. അതാണ് മലക്കുകളുടെ ഭക്ഷണം, അതായിരിക്കും അന്ന് മുഅ്മിനീങ്ങളുടെ ഭക്ഷണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഈ ഒരു വചനത്തിലൂടെ അദ്ഹബല്ലാഹു അൻഹുൽ ജൂഅ, അല്ലാഹു അവരുടെ വിശപ്പ് മാറ്റി കൊടുക്കും. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, എത്രയോ ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ശരീരങ്ങളൊക്കെ മെലിഞ്ഞൊട്ടിപ്പോയി. അവരാ വിശപ്പിൽ വീഴുമ്പോഴും അവരുടെ കലിമ അവർ ഒഴിവാക്കുന്നില്ല. ആ കലിമ അവർ ഉറക്കെ പറയുകയാണ്. ആദർശത്തെ ആരുടെ മുന്നിൽ അവർ പണയം വെക്കുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിലുള്ള കലിമ അവർ നാവുകൊണ്ട് ഉറക്കെ പറയുകയാണ്. സത്യത്തിൽ ഈ ഹദീസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഗസനെ കുറിച്ചാണോ പ്രവാചകൻ